എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ എൻ്റെ ഇഷ്ട ക്ലബ്ബായ ലിവർപൂളിനെ കുറിച്ചിട്ടാണ്. പ്രീമിയർ ലീഗ് മാത്രമല്ല, ക്ലബ്ബ് ഫുട്ബോളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ടീമാണ് ലിവർപൂൾ. കുറേ വർഷമായിട്ട് ലിവർപൂളിൻ്റെ കടുത്ത ആരാധകനാണ് ഞാൻ. പക്ഷേ ഈ സീസൺ തുടങ്ങുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളില്ലാത്തൊരു സീസണായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാമായ ക്ലോപ്പ് ആശനാണെന്ന് പടിയിറങ്ങിപ്പോയി. പകരം പുതിയൊരു കോച്ച് വന്നു, ആമി സ്ലോട്ടിനെ കുറിച്ച് ഞാൻ അങ്ങനെ അധികം അപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ സ്ലോട്ട് വന്ന സമയത്ത് നമ്മളെ ഓണേഴ്സ് സ്ലോട്ടിന് വേണ്ടിയിട്ടാണോ എനിക്കറിയില്ല, ഒരു സൈനിങ് ആണ് ആകെ നടത്തുന്നത്, കിയേസേന. എന്തിനാണ് ആ സൈനിങ് നടത്തിയെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കുന്നു. ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ആയിട്ട് മത്സരം നഷ്ടപ്പെടുന്ന ഒരു കളിക്കാരനാണ് കിയേസ. നല്ല കളിക്കാരൻ തന്നെയാണ്, പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിന് അവിടെ ആവശ്യം ഉണ്ടായിട്ടില്ല. നമുക്ക് ആവശ്യമില്ല പൊസിഷനിലേക്ക് ഒരു പ്ലെയേഴ്സിനും സൈനിങ് ചെയ്തിട്ടില്ല. ക്ലോപ്പാശം കൊടുത്ത കുറച്ച് പിള്ളേരെയും വെച്ചിട്ട് ആമി സ്ലോട്ട് പക്ഷേ അവിടെ ഉണ്ടാക്കിയൊരു മാറ്റമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ആമി സ്ലോട്ടിന് ബിഗ് സല്യൂട്ട്. പിന്നെ ഇപ്പം നമ്മൾ പ്രീമിയർ ലീഗിൽ 19 മത്സരം കളിച്ചിട്ട് 46 പോയിൻ്റായിട്ട് ടേബിൾ ടോപ്പറായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സെക്കൻഡിലുള്ളത് ആർസണൽ 20 മത്സരത്തിൽ 40 പോയിൻറ്റും അതേ പോയിൻ്റായിട്ട് അതേ മത്സരത്തിൽ 20 മത്സരത്തിൽ 40 പോയിൻറ്റ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റും 3-ാം സ്ഥാനത്തുണ്ട്. ഇതിൽ നമ്മൾ തോറ്റ ഏക കളി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആയിട്ടുള്ളൊരു കളിയാണ് നമ്മൾ തോറ്റത്, 4 സമനില. പക്ഷേ ഇപ്പോൾ ഈ ജനുവരി വിൻഡോയിൽ കുറച്ച് സൈനിങ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രീമിയർ ലീഗ് കിരീടം നമുക്ക് കൈപ്പടിയിൽ ഒതുക്കാൻ പറ്റും. അതിന് മെയിനായിട്ട് വേണ്ടത് റൈറ്റ് ബാക്കിലേക്കാണ്. റൈറ്റ് ബാക്കിൽ എന്തായാലും അർണോൾഡ് എന്തായാലും റയൽ മാഡ്രിഡിലേക്ക് പോകേണ്ട ചാൻസ് എന്തായാലും ഉണ്ട്. എന്തായാലും ഈ ജനുവരി വിൻഡോ തന്നെ പുള്ളി പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റയലിനൊക്കെ അങ്ങനത്തെ ഒരു ഓഫർ കിട്ടിയാൽ എന്തായാലും കളിക്കാർ പോകും. പിന്നെ അവിടെ അർണോൾഡിൻ്റെ ഫ്രണ്ടായ ജൂഡ് ബില്ലിംഗ്ഹാം ഉള്ളതുകൊണ്ട് തന്നെ പോകാനുള്ള സാധ്യത ഞാൻ കൂടുതലും കാണുന്നുണ്ട്. അതുപോലെ ലെഫ്റ്റിൽ പണ്ട് ആൻഡേഴ്സൺ എന്തായിരുന്നു നമുക്കറിയാം, പക്ഷേ അപ്പം അതിൻ്റെ ലെവലേശം പുള്ളിയില്ല. പിന്നെ അതിൽ മാറ്റി കളിപ്പിക്കേണ്ടതാണ് സിമിക്കാസാണ്. സിമിക്കാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നല്ല കളി കളിക്കും, പിന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പേടിയാണ് പുള്ളി ആ ലെഫ്റ്റ് ബാക്കിൽ ഇറങ്ങുമ്പോൾ, സത്യം പറയാലോ. പിന്നെ എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഗോമസ് ഇതുപോലെ എപ്പോഴും ഇഞ്ചുറി ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഇഞ്ചുറി പെട്ടെന്ന് തിരിച്ചു മാറി പുള്ളി വരട്ടെ. അതുപോലെ തന്നെ നമുക്ക് ഡിഫൻഡിലേക്കും എന്തായാലും 2 ആൾക്കാരെ സൈൻ ചെയ്തേ പറ്റും. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊണാറ്റൊക്കെ എപ്പോഴും ഇഞ്ചുറി. പിന്നെ കൊണാറ്റനെ മാറ്റിയിട്ട് കളിപ്പിക്കാനും അവിടെ നല്ലൊരു കളിക്കാരില്ല. പിന്നെ വാൻഡേക്ക് ഈ സീസണിൽ പട്ടിപ്പണിയാണ് അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്യാപ്റ്റൻ തന്നെ പറഞ്ഞാൽ ഇതായിരിക്കണം. പുള്ളീൻ്റെ കളി കാണുമ്പോൾ തന്നെ ഒരു ആവേശമാണ്. പക്ഷെ പുള്ളിക്കൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ സസ്പെൻഷനോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ ഈ ലീഡിലെ പോയിൻ്റെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കുറച്ച് റെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് എന്തായാലും ഒരു സൈനിങ് അത്യാവശ്യമായിട്ട് വേണം. പിന്നെ മിഡ്ഫീൽഡിൽ ഈ ആമിസിലോട്ട് വന്നതിന് ശേഷം അവിടെ ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചൊരു കളിക്കാരനാണ് ഗ്രാവൻബർഗ്. പൊന്നോ, ജാതി കളിയെ പുള്ളി ഈ സീസണിൽ കളിക്കുന്നത് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അതുപോലത്തെ കളിയാണ് പുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആമിസിലോട്ട് വന്നിട്ട് ഏറ്റവും നല്ല മാറ്റം കണ്ടതെന്നാണ് കോഡി ഗ്യാപ്കോ നല്ല കളിയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊമിനിക് സോബ്സ്ലൈ ഇല്ലാത്ത ഭയങ്കര നഷ്ടമായിരുന്നു 2 കളിയിൽ. പുള്ളി ഇല്ലാത്ത ശരിക്കും അവിടെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവിടെ കളിക്കുന്ന കേർട്ടിക് ജോൺസ് ഇതുപോലെ ഒരു കളി നല്ല കളി കളിച്ചാൽ അടുത്ത കളി ഭയങ്കര അബദ്ധമായിരിക്കും. എന്തായാലും ഇവരൊക്കെ തിരിച്ചു വന്ന് നല്ല 2 സൈനിങ് കൂടെ 2-3 സൈനിങ് കൂടെ നടത്തി കഴിഞ്ഞാൽ ഈ സീസണിൽ എന്തായാലും പ്രീമിയർ ലീഗ് കിരീടം നമ്മളെ ഷെൽഫിൽ കൊണ്ടുവെക്കാൻ പറ്റും. എന്തായാലും അതാവുന്ന വിചാരിക്കുന്നു. പിന്നെ നമ്മളെ കാണികളാണ് മെയിൻ, നമ്മളെ എല്ലാം ആൻഫീൽഡിൽ അടുത്ത ക്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള അത് വേറെ ഇതാണ്. ശരിക്കും ടി വിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ആ സൗണ്ട് ഭയങ്കര രസമാണ്. നേരിട്ട് കാണുന്ന ഒരവസ്ഥ എന്തായിരിക്കും ഞാൻ ചിന്തിക്കുന്നു. എന്തായാലും പ്രീമിയർ ലീഗ് കിരീടം നമ്മൾ അടിക്കട്ടെ. അതുപോലെ ചാമ്പ്യൻസ് ട്രോഫിയും FA കപ്പിൽ ഇനിയിപ്പോൾ സെക്കൻഡ് ലെഗിൽ ടോട്ടനത്തിനെ തോപ്പിച്ച് ഫൈനലിലെത്തി അതും കൂടെ നേടട്ടെ എന്നാണ് ആഗ്രഹം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക. അതുപോലെ നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഏതാണെന്നും കൂടെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ
ഗുഡ് ബൈ.